ഹായ് ഫ്രണ്ട്സ്, ബിവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇന്ന് സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം പേപ്പർ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ബാഡ്ജാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇതിന് നമുക്ക് വേണ്ടത് 3 കളർ പേപ്പറാണ്. A4 പേപ്പറാണ്. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള 3 പേപ്പർ. അതിൽ ഒന്നാമത്തെ കുങ്കുമ നിറത്തിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഒന്നല്ല, അതേപോലെയുള്ള 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 25 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും കുങ്കുമ നിറത്തിൽ നിന്ന്. അതുപോലെ ഗ്രീൻ കളറിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഉള്ളതും, അതുപോലെ വെള്ള നിറത്തിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള 4 വീതം പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്നാമത്തെ പീസ് എടുത്തിട്ട് ഇതേപോലെ സെൻറ്ററിൽ കൂടി മടക്കുക. കുങ്കുമ നിറത്തിൽ നിന്നുള്ള പീസിനെ സെൻറ്ററിലൂടെ മടക്കുക. 25 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമാണുള്ളത്. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മടക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ള കളർ പേപ്പറിൽ നിന്നും ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം. എല്ലാ പീസ് പേപ്പറും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നാമത് കുങ്കുമ നിറം സെലക്ട് ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അടുത്ത പീസ് ഇതേപോലെ പ്ലസ് സൈൻ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇനി ഓരോ പീസും വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു അശോക ചക്രത്തിൻ്റെ ഒരു മോഡൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടി സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സർക്കിളിൻ്റെ ചുറ്റും ഒരു ബ്ലൂ കളർ പേന കൊണ്ട് ഇതേപോലെ ഔട്ട്ലൈൻ വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് 24 അരക്കാലുകൾ വരച്ച് ചേർക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ അശോക ചക്രത്തിൻ്റെ മോഡൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഫെവിക്കോൾ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെറും പേപ്പറാണ്, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ 3 കളറിലുള്ള 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഈ ഓരോ പീസുകളായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക. സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് തനിയെ ചെയ്യാനും കൂടിയേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.